ആനക്കര ഹൈസ്കൂളിന് സമീപം താമസിക്കുന്ന കുറ്റിക്കാട്ട് പറമ്പിൽ സുധൻ കഴിഞ്ഞ 11 വർഷമായി കടുത്ത രോഗാവസ്ഥയിലാണ്. ഇരുവൃക്കകളും തകരാറിലായ സുധന് 3 മാസത്തിനുള്ളിൽ അടിയന്തരമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ട്. ഇതിനായി ഏകദേശം 20 ലക്ഷത്തോളം രൂപ ചിലവ് വരും. വൃക്ക നൽകാൻ ജ്യേഷ്ഠൻ സന്നദ്ധനാണെങ്കിലും സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ഈ കുടുംബത്തിന് ചികിത്സാ ചിലവ് കണ്ടെത്താൻ സുമനസുകളുടെ കാരുണ്യം അനിവാര്യമാണ്. നമ്മളെല്ലാവരും ഒന്ന് കൂടിയല്ലേ ഒത്തൊരുമിച്ചാൽ. കാരണം വയസ്സായ അമ്മ അവൻ്റെ അവസ്ഥയൊന്നും കാണാൻ പറ്റില്ല, വെറും കിടപ്പില്ല. ഏട്ടനാണ് കിഡ്നി കൊടുക്കുന്നത്. നമ്മളൊക്കെ ഒന്ന് ഒറ്റക്കെട്ടായിട്ട് ഇത്തരക്കാരെ ബുദ്ധിമുട്ട് നമുക്ക് നേരിട്ട് പടച്ചവനെ കാണിച്ചു തരുമ്പോൾ അവരെ നമ്മൾ ചേർത്ത് പിടിച്ച് നമ്മളെല്ലാത്തിൽ നിന്നൊരു ഓഹരി സഹായിക്കുമ്പോൾ നമുക്ക് പടച്ചവൻ്റെ കാവലുണ്ടാവും. ഇത്തരത്തിലുള്ള രോഗത്തെ നമ്മൾ രക്ഷപ്പെടും. നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. വൃക്ക നൽകാൻ ജ്യേഷ്ഠൻ സന്നദ്ധനാണെങ്കിലും 20 ലക്ഷത്തോളം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ഈ കുടുംബത്തിന് ഇത്രയും വലിയ തുക സ്വയം കണ്ടെത്തുക എന്നത് അസാധ്യമാണ്. ഇതിന് സുമനസുകളുടെ സഹായം തേടുകയാണ് കുടുംബം. ചികിത്സയിലാണ്. ആദ്യം ഷുഗറാണ് ബാധിച്ചത്, അതിനുശേഷം പിന്നെ TB അസുഖം ബാധിച്ചു, അതിനുശേഷം പിന്നെ കാലിന് ഒരു ഓപ്പറേഷൻ നടന്നു. അങ്ങനെ നാട്ടുകാരും ഞങ്ങളുടെ ഏട്ടന്മാരും എല്ലാം വിട്ട് സഹായിച്ചുകൊണ്ടാണ് ഇതുവരത്തെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടന്നത്. ഇപ്പോൾ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ നാട്ടുകാരെ നമ്മൾ സമീപിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അതുകൊണ്ട് അനിയൻ്റെ കിഡ്നി രണ്ടും കംപ്ലൈൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കിഡ്നി മാറ്റി വെക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. ജ്യേഷ്ഠനാണ്. ദിവസക്കൂലിക്ക് പണിയെടുത്ത് കുടുംബം പുലർത്തിയിരുന്ന സുധന്റെ വരുമാനം നിലച്ചതോടെ കുടുംബം കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണിപ്പോൾ. നിലവിൽ ആഴ്ചയിൽ 3 ദിവസത്തെ ഡയാലിസിസ് തന്നെ വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഇവർക്കുണ്ടാക്കുന്നത്. ഉണ്ടായിരുന്ന വീടും വസ്തുക്കളും ബാങ്കിൽ പണയപ്പെടുത്തിയ അവസ്ഥയിലാണ് കുടുംബം. സുധന്റെ അമ്മ കിടപ്പ് രോഗിയാണ്. ഭാര്യയും 2.5 വയസ്സുള്ള കുട്ടിയും അടങ്ങുന്നതാണ് സുധന്റെ കുടുംബം. 3 മാസത്തിനുള്ളിൽ വൃക്ക മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ തൃത്താല MLA VT ബൽറാം, ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ മാനു, സുധൻ ചികിത്സാ സഹായ സമിതി അംഗങ്ങൾ, നാട്ടുകാരും സുധന്റെ വീട് സന്ദർശിച്ചിരുന്നു. വൃക്ക രോഗം ബാധിച്ച് വലിയ ബുദ്ധിമുട്ടിലായിട്ടുള്ള ഒരു സഹോദരനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ജനപ്രതിനിധികളും നാട്ടുകാരും പൊതുപ്രവർത്തകരും എല്ലാം ചേർന്ന് ഒരു ശ്രമം നടത്തി നോക്കുന്നത്. കുറ്റിക്കാട്ട് പറമ്പിൽ സുധൻ എന്ന് പറയുന്ന ഏതാണ്ട് 43 വയസ്സുള്ള ഈ യുവാവ്, അദ്ദേഹം കൂലിപ്പണി എടുത്ത് വളരെ സാധാരണ നിലയിലാണ് കുടുംബം നയിച്ച് മുന്നോട്ട് പോയിരുന്നത്. വളരെ പ്രായമായി അസുഖബാധിതയായി കിടക്കുന്ന ഒരു അമ്മയുണ്ട്. ഒരു 2.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞിന്റെ അച്ഛൻ കൂടിയാണ് സുധൻ. പക്ഷെ വൃക്ക രോഗം വളരെ മൂർച്ഛിച്ച് ഇനി വൃക്ക മാറ്റി വെക്കുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ള അവസ്ഥയിലാണ്. കഴിഞ്ഞൊരു 10 വർഷത്തോളമായി ഈ അസുഖം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അപ്പോൾ ഭാഗ്യവശാൽ സുധന്റെ സഹോദരൻ രാജൻ തന്നെ അദ്ദേഹത്തിന്റെ വൃക്ക ദാനം ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതൊരു വലിയ ആശ്വാസമാണ്. പക്ഷെ അതിന്റെ ഓപ്പറേഷൻ ചെലവും അതിന്റെ ഓപ്പറേഷന് ശേഷമുള്ള തുടർ ചികിത്സാ ചെലവും ഒക്കെ ആയിട്ട് പിന്നെയും എത്രയോ അധികം തുകയുടെ ആവശ്യമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അതുകൊണ്ടാണ് ജനപ്രതിനിധികൾ എല്ലാവരും ചേർന്ന് ഇങ്ങനെ ഒരു സഹായ സമിതിയൊക്കെ രൂപീകരിച്ച് എല്ലാവരുടെയും പ്രത്യേകിച്ചും സുമനസ്സുകളായിട്ടുള്ള സഹായിക്കാൻ താല്പര്യമുള്ള ആളുകളുടെ സഹായം സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം ഇവിടെ നടത്തുന്നത്. സുധനെ സഹായിക്കാൻ ചികിത്സാ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ കുമ്പിടി ഫെഡറൽ ബാങ്കിൽ പ്രത്യേക അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. സുധനെ വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സുമനസ്സുകളുടെ സഹായമാണ് ഇനി ആവശ്യം. NCV ന്യൂസ്, തൃത്താല.